ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിങ്ങിന്റെ മൂന്നാമത്തെ ചാനലാണിത്. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായി പിരിഞ്ഞു പോയതിൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി നിങ്ങളുമായി ഒന്നിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പയൽ റീഡിംഗ് ആണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ മോളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് പയല്, സെക്കൻഡ് പയല്, ഓക്കെ, രണ്ടും അത്യാവശ്യം വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു പയല് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി പിരിഞ്ഞു പോയതിൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി ഒന്നിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളായിട്ട് ഒന്നിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ പയല് നന്നായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ബാക്ക് ടു റീഡിംഗ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കാർഡ്സ് റീഡിങ്ങും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള കാർഡ്സും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ലവ് മെസ്സേജും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോപ്പിക് എന്താണ്? ഈ വ്യക്തി നിങ്ങളുമായി പിരിഞ്ഞു പോയതിൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഏത് അകലത്തിലേക്ക് പോയാലും, അതായത് നിങ്ങളെ വിട്ടിട്ട് പോയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ ഏത് ദൂരേക്ക് പോയാലും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സുഖിപ്പിച്ച് പറയണ പോലെയൊക്കെ തോന്നിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇവിടെ തീർത്തും നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതവും ഇല്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇല്ല, ഒന്നുമില്ല. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സന്തോഷങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി എവിടെ പോയാലും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും, നിങ്ങൾ എവിടെയായിരിക്കും, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെയാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പൊസസീവ്നെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വേറെ ആരും സ്വന്തമാക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള മനോഭാവമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഈ പേഴ്സൺ ഏറ്റവും കുറഞ്ഞത് മാരേജ് ആണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഏറ്റവും കുറഞ്ഞത് കല്യാണമാണ്, നിങ്ങളായിട്ട് കല്യാണം കഴിക്കണം. അതാണ് ഈ പേഴ്സൺ നിങ്ങളിൽ വെച്ചിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ആഗ്രഹം. ഏറ്റവും കൂടിയ ആഗ്രഹം അപ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കും, എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളായിട്ടുള്ളത് ഈ പേഴ്സണ് പിരിഞ്ഞു പോകേണ്ടി വന്നു. കാരണം ഈ പേഴ്സൺ പല കള്ളങ്ങളും നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. എന്തൊക്കെയോ പല കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞു, അത് നിങ്ങൾ കയ്യോടെ പൊക്കി. കള്ളങ്ങൾ പറയാത്ത മനുഷ്യരില്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് അത് പറയേണ്ടി വന്നു. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കള്ളങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കള്ളങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിയുടെ വായിൽ നിന്നും തന്നെ അത് സത്യം കേട്ടിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നിങ്ങളുടെ ഈ പേഴ്സൺ പറഞ്ഞ നുണ നിങ്ങൾ കൈയോടെ പൊക്കിയിട്ടുണ്ടാകാം. സോ അതിൻ്റെ ഒരു പേരിൽ ഈ വ്യക്തിക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മിണ്ടാനോ സംസാരിക്കാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി അതൊരു എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പം നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മേ ബി ഈ പേഴ്സൻ്റെ മുൻ കാമുകനോ കാമുകിയോ തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം അങ്ങനെ വന്നപ്പോൾ മേ ബി ഈ പേഴ്സൺ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വലയിൽ വീണ് പോയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു എന്തോ ഈ പേഴ്സൺ ഒരു അബദ്ധം പറ്റിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആണ് ഇപ്പോൾ നല്ല രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തോന്നിക്കുന്നുണ്ട്,
പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് വിഷമവുമുണ്ട്, പേടിയുണ്ട്. നിങ്ങൾ ചീത്ത പറയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്. പക്ഷെ അത് നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സൺ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന മറ്റാരോടെങ്കിലോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം ദേഷ്യം കൊണ്ട്, എനിക്ക് ഇനി ഇയാളെ കാണണ്ട, എനിക്ക് അത്രയും ദേഷ്യമാണ്, എനിക്ക് മതിയായി, എന്നോട് കള്ളം കാണിച്ചു, എന്നോട് കള്ളം പറഞ്ഞു, എന്നെ ചതിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകാം ഇനി എന്നെ കാണാൻ വരരുത് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അത് നിങ്ങൾ പൊറുക്കണം. നിങ്ങളത് 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 ഈ പേഴ്സണോട് പുറത്തു കൊടുക്കണം. ഫോർഗീവ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, അതായത് മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള കാർഡ്സ് ആണ് ആദ്യത്തേത്. അതായത് ക്യൂരിയോസർ ആൻഡ് ക്യൂരിയോസർ ആണ് പറയുന്നത്. അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിൽ വളരെയധികം ചിന്തിച്ച് കാട് കയറുന്നുണ്ട്. ഓക്കെ, വളരെയധികം ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ഈ ഒരു ബന്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെ അവസാനിക്കും, എനിക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ, ഇവൻ ഇത്രയും വിശ്വസിച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറ്റിയില്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അത് പക്ക എനർജി വേസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സാരം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ് കാർഡ്സ് പറയുന്നത്. ഇറ്റ്സ് ഓൾവേസ് ടീ ടൈം. ഓക്കെ, അതായത് ഓരോ മൂമെന്റും ഓരോ സിറ്റുവേഷനും നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി ഇരിക്കാണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടോ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനൊക്കെ പോവുക. ഓക്കെ, ഒന്ന് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യാൻ പോകാം. ഇമ്പോസിബിൾ തിങ്സ്, വർക്കിംഗ് ത്രൂ ഡിസ്ബിലീഫ്, ഇമാജിനേറ്റീവ് ലീപ്സ്, ഫ്രഷ് പെർസ്പെക്റ്റീവ്. അതായത് കുറെ അന്ധവിശ്വാസം നിങ്ങൾ കൈ പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണായിട്ട് ചിലപ്പോൾ നിങ്ങൾ അത്രയും സന്തോഷത്തിലായിരിക്കാം കഴിഞ്ഞു പോയിട്ടുണ്ടാവുന്ന, അപ്പോൾ ആരോ കണ്ണ് വെച്ചതാണ്, അല്ലെങ്കിൽ ആയിരിക്കോ ഞങ്ങൾക്കിടയിൽ ശത്രുതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടകാലമാണ്, അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ കുറെ അന്ധവിശ്വാസം തലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങളെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഡൗട്ടാക്കുന്നു, സംശയിപ്പിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും പോസിബിൾ ആകാതെ പോകും. ബിലോങ് ടു യുവർ ഓൺ ഡ്രീം. നിങ്ങളുടെ സ്വന്തം എന്താണ്, നിങ്ങളുടെ സ്വന്തം വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്വപ്നത്തിലേക്ക് മാത്രം വിശ്വസിക്കുക, അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, ഈ പേഴ്സണായിട്ടുള്ള കല്യാണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് ആഗ്രഹിക്കണം. ഓക്കെ, അതിലേക്ക് വേറെ എനർജീസിനെ അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, അട്രാക്ഷൻ ആണ് ഈ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഏത് മൂമെന്റും നിങ്ങൾ എൻജോയ് ചെയ്യണം. കാരണം ഈ പേഴ്സണായിട്ട് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നാണ് ലവ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അതുപോലെ ഹണിമൂൺ, ഞാൻ പറഞ്ഞല്ലോ ഈ പേഴ്സൺ ഏറ്റവും കുറഞ്ഞത് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് കല്യാണമാണ്. സോ കല്യാണത്തിന് ശേഷം എന്താണ്, ഹണിമൂൺ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ ചിന്തകൾ കിടക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും എന്തോ മോശപ്പെട്ട ചിന്തകളൊക്കെ ചിന്തിച്ച് മനസ്സിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ കടിഞ്ഞാണിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, അത് മണ്ടത്തരമാണ്. പോസിറ്റീവായിട്ടിരിക്കണം. ഓക്കെ, അതുപോലെ allow your heart and soul to sing with joy. നിങ്ങളും നിങ്ങളുടെ ഹൃദയവും ആത്മാവും എന്ത് ചെയ്യണം, റെഡി ആയിട്ടിരിക്കാനാണ് പറയണത്. നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ ആത്മാവിലേക്കും പ്രണയം കടന്നു വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഹൃദയവും ആത്മാവും തുറന്നു വെക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്,
ഇങ്ങനെയൊക്കെയാണ്, എല്ലാം പോയി നശിഞ്ഞ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാം ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ സ്വയം വെക്കുകയാണ്. അപ്പം അത് മാറ്റണം. ആൻഡ് ഓൾസോ ദ ഫൈനൽ വിൽ ബി ദ വെഡിങ്. ഓക്കെ, ദ സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ഇത് ഏറ്റവും കുറഞ്ഞത് ഈ പേഴ്സൺ നിങ്ങളായിട്ട് ആഗ്രഹിക്കുന്നത് മാരേജ് ആണ്. ഓക്കെ, അപ്പോൾ മാരേജ് ആണ് ഏറ്റവും കുറഞ്ഞതായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയത് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ അത് മാരേജ് തന്നെയാണ്. നിങ്ങൾ അതിൽ എന്താണ് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പയൽ. അപ്പം നമുക്ക് സെക്കൻഡ് പയലിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സോ നമുക്ക് നോക്കാം. അതായത് ഈ വ്യക്തി നിങ്ങളുമായി പിരിഞ്ഞു പോയതിൽ പിന്നെ ഇവരുടെ അവസ്ഥ എന്താണ്? ഈ വ്യക്തി ഒന്നിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയതിൽ പിന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തിലോ ഒളിച്ചോടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമില്ല. അപ്പൊ സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുപക്ഷെ ഈ പേഴ്സൺ എന്തെങ്കിലും ദൂരെ നിന്നിരുന്ന ആളാണെങ്കിൽ ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് വരിക, അച്ഛനും അമ്മയായിട്ടൊക്കെ കൂടുതൽ അറ്റാച്ച്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അനിയൻ, ചേട്ടൻ, ചേച്ചി, അനിയത്തി ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റിൽ ഇരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ പോവുക, അമ്പലം, പള്ളി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എന്തോ ഈ പേഴ്സണ് ഒറ്റപ്പെടൽ വളരെയധികം അനുഭവിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേഴ്സൺ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ വ്യക്തിനെ ആരെങ്കിലും ഓടിച്ചിടുന്നതോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവോ അങ്ങനെയല്ല. രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ചിന്തകളിൽ നിന്നുമാണ് രക്ഷപ്പെടാനായിട്ട്. അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി സന്തോഷിച്ചിരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പണ്ടത്തെ പോലെ ഈ വ്യക്തിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതൊരുപക്ഷെ തേർഡ് പാർട്ടി പറഞ്ഞിട്ടാകാം ഈ വ്യക്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സന്തോഷമൊന്നുമല്ല, ഇവിടെ ദുഃഖം തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് മോചിപ്പിക്കൂ, എനിക്ക് മോചനം കിട്ടണം, എനിക്ക് സമാധാനം കിട്ടണം എന്നുള്ള രീതിയിലാണ് കാർഡ്സ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിനെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചു, പ്രയത്നിച്ചു. അതൊന്നും എന്താണ് ശരിയായില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെ സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കള് ഈ വ്യക്തിയുടെ കൂടെ കൂടി മിത്രങ്ങളായിട്ട് അഭിനയിച്ചു, അതായത് കൂട്ടുകാരായിട്ട് അഭിനയിച്ചു. ആക്ച്വലി അവർ ശത്രുക്കളായിരുന്നു. അപ്പൊ കൂട്ടുകാരായിട്ട് അഭിനയിച്ച് ഈ വ്യക്തിയെ തന്ത്രപൂർവം നിങ്ങളിൽ നിന്നും അകറ്റി. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടുണ്ടാകാം, ഈ പേഴ്സണോട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കരുത്, നമ്മൾ അത്രയും നല്ലവരാണ്, നമ്മൾ രണ്ടുപേരും, നമ്മുടെ പ്രണയം പരിശുദ്ധമാണ്, ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രണയം നമ്മൾ കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം, ഈ പേഴ്സണോട് ഉപദേശിച്ചിട്ടുണ്ടാകണം. പക്ഷെ അതൊന്നും ഈ പേഴ്സൺ കേട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ പേഴ്സൺ സാഡാണ്, ഒറ്റപ്പെട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പൗർണമിയാണ്. ഇന്ന് എന്താ പറയാ, ഈ വ്യക്തിക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ഒരു സമയമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടാം. ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു, എനിക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യണം, നീ എൻ്റെ അരികിലേക്ക് വരുമോ എന്നുള്ള രീതിയിലൊക്കെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു സമീപനം, ഒരു അപ്രോച്ച് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ,
ഇത്രയാണ് നമുക്ക് കാർഡ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡു നോട്ട് ഡ്രിങ്ക് പോയിസൺ. അതായത് ഇപ്പോൾ വിഷം കുടിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അത് ചിലപ്പോൾ ഒരു കൂട്ടുകെട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം. ഇപ്പോൾ ഒരു കൂട്ടുകെട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് നിങ്ങൾക്ക് കൊള്ളില്ല എന്നറിയാം. അപ്പോൾ കൊള്ളില്ല എന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവരുടെ മുന്നിൽ പോയി ചാടാതെ എന്ത് ചെയ്യണം? അവരെ അകറ്റാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇതാണ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ നിങ്ങളെ തേടി നല്ല നല്ല കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം, നിങ്ങൾ ഈ പ്രണയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളെ തേടി സന്തോഷകരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് സ്വീകരിക്കാനായിട്ട് പോസിറ്റീവായിട്ട് തയ്യാറാകണം. ആൻഡ് ഓൾസോ യു ആർ വെരി റെയർ ആൻഡ് ഫ്രീ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം റെയർ ആയിട്ടുള്ള ആൾക്കാരാണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അത്രയും ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഏത് മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഒരു അദൃശ്യ ശക്തി രക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്കും അറിയാം. ഓക്കെ, യെസ്, ലവ് മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിറ്റാച്ച്മെന്റ് ആണ്. എല്ലാത്തിൽ നിന്നും നിങ്ങളൊന്ന് മാറി നിന്നിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാർ നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ എല്ലാവരിൽ നിന്നും നിങ്ങൾ മാറിയിട്ട് ഒരു യോഗ അല്ലേ, ഇവിടെ നമുക്ക് മെഡിറ്റേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. മനസ്സ് ക്ലിയർ ആകാനും, കാരണം കൺഫ്യൂഷൻസ് മാറിക്കിട്ടണം. കൺഫ്യൂഷൻസ് ആണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻസ് മാറിക്കിട്ടാനും കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരാനും ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, അതുപോലെ ചേസർ ആണ്. നിങ്ങൾ ഇത്രയും കാലം ഈ പേഴ്സന്റെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിർത്തുക. നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടക്കുക, ഈ പേഴ്സന് മെസ്സേജ് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നിർത്തിക്കൊള്ളണം. ഓക്കെ, നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അതിന് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം, ജിമ്മിൽ പോകാം, സൂംബ ചെയ്യാം, കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകാം. ടോക്സിക് കൂട്ടുകാരാണുള്ളതെങ്കിൽ, അതായത് ചീത്ത കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരിൽ നിന്ന് അകന്ന് നിൽക്കുക. നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നിക്കാനായിട്ട് പെട്ടെന്ന് വരില്ലെങ്കിൽ പോലും നമുക്കൊരു കമ്മിറ്റ്മെന്റിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കല്യാണത്തെ, വിവാഹത്തേക്കാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പല സത്യങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കിയാണ്. അതായത് ആരാണ് നല്ലവര്, ആരാണ് മോശപ്പെട്ടവര്, ഓക്കെ, നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, ഇതൊക്കെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ മനസ്സിലാക്കട്ടെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റീഡിങ്ങും കഴിഞ്ഞു. ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.